നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അനധികൃതമായി നികുതി ഇളവ് നൽകി ധനമന്ത്രി കെ.എം. മാണി സ്വകാര്യ സ്ഥാപനങ്ങളെ സഹായിച്ചു എന്ന പരാതി തള്ളിയ കോട്ടയം വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഇതിനിടെ കെ.എം. മാണി ബജറ്റ് അവതരിപ്പിക്കാൻ വന്നാൽ ഇപ്പോഴത്തേക്കാൾ നാണം കെട്ട അവസ്ഥയുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ മുന്നറിയിപ്പ് നൽകി. രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നിയമവിരുദ്ധമായി നികുതി ഇളവ് നൽകിയതിലൂടെ ധനമന്ത്രി അഴിമതിയും അധികാര ദുർവിനിയോഗവും നടത്തിയെന്ന പരാതിയാണ് കോട്ടയം വിജിലൻസ് കോടതി തള്ളിയത്. കോട്ടയം വിജിലൻസ് കോടതിയുടെ അധികാരപരിധിയിലല്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ നടപടി. ഇതിനെതിരെ ഹർജിക്കാരനായ അഡ്വക്കേറ്റ് നോബിൾ മാത്യുവാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പരാതി വീണ്ടും പരിഗണിക്കാനും ആവശ്യമെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാനും ഹൈക്കോടതി വിജിലൻസ് കോടതിക്ക് നിർദ്ദേശം നൽകി. ഇതിനിടെ കെ.എം. മാണി ബജറ്റ് അവതരിപ്പിക്കാൻ വന്നാൽ വൻ നാണക്കേടുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ മുന്നറിയിപ്പ് നൽകി. ബാർക്കോഴ പ്രശ്നമുണ്ടായപ്പോൾ മാണി സേഫാണെന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ജനങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. മാണി ബജറ്റ് അവതരിപ്പിക്കാൻ വന്നാൽ ഇപ്പോഴത്തേക്കാൾ നാണം കെട്ട അവസ്ഥയായിരിക്കും മാണിക്കുണ്ടാവുക. എന്നാൽ മാണിക്ക് ക്ലീൻ ചീറ്റ് നൽകണമെന്ന് കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. വിജിലൻസ് അന്വേഷണത്തിൽ സർക്കാർ ഇടപെടില്ല എന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അങ്ങനെ ഒരു ആവശ്യം കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ ലഭിച്ചിട്ടില്ല. അല്ല, മാധ്യമത്തിൽ വന്ന വാർത്തകളാണ്. കേസ് അന്വേഷണം അതിൻ്റേതായ നിയമപരമായ നിലയിൽ മുന്നോട്ട് പോകും. ഗവൺമെൻറ് ഒരു ഘട്ടത്തിലും ഈ കേസിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. റിപ്പോർട്ടർ, കൊച്ചി, തിരുവനന്തപുരം. ഇടതുമുന്നണിയുടെ അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ എന്നും മുന്നിലുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. ഇക്കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട. മുന്നണിയിൽ ഇല്ലെങ്കിലും പോരാട്ടത്തിൽ പിന്നിലാകില്ലെന്നും വി.എസ്. പറഞ്ഞു. ആശങ്കപ്പെടേണ്ട. ഉമ്മൻചാണ്ടിയുടെയും മാണിയുടെയും എല്ലാം ഗവൺമെൻറ് നടത്തുന്ന കൊടിയ അഴിമതിക്കെതിരായ ശക്തമായ പോരാട്ടത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കക്ഷികൾ ഒന്നുചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. ഞാനും അതിൻ്റെ കൂടെ ഉണ്ടാവും. മുന്നണിയിലായില്ല. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ ആൻ്റണി രാജു, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കുചേരുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, LDFൻ്റെ സമര രീതികൾ മാറണമെന്ന് കാനൻ രാജേന്ദ്രൻ പറയുന്നു. മുന്നണിയിൽ ഇല്ലെങ്കിലും പിന്നണിയിലാകില്ല എന്ന് പറയുന്ന വി.എസ്. മാണിക്കെതിരായ സമരത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ഇന്ന് രാവിലെയും സൂചിപ്പിച്ചു. ഏകാഭിപ്രായത്തോടുകൂടി കെ.എം. മാണിയുടെ അഴിമതിക്കെതിരെ കെ.എം. മാണിയെ ബജറ്റ് അവതരിപ്പിക്കുന്നത് നിന്ന് തടയുക, ഈ കാര്യത്തിൽ LDF ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കുമോ? സംശയത്തിനും വകയില്ലാത്ത വിധത്തിൽ LDFും CPI CPM കക്ഷികളും അതുപോലെ പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദനും വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യം നിങ്ങൾ ഓർക്കുമെന്ന് കരുതുന്നു. മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഒരു കാരണവശാലും യോഗ്യതയുള്ള ആളല്ല. ഈ UDF ഗവൺമെന്റ് ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് നടത്തുന്നത്. എന്തെല്ലാം അഴിമതിയും ഏതെല്ലാം കൊള്ളരുതായ്മ കാണിച്ചാലും ശരി, ഞങ്ങൾ ഇതുമായി മുമ്പോട്ട് പോകുമെന്ന പ്രഖ്യാപനമാണ് UDF നടത്തിയിരിക്കുന്നത്. അത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. സാധാരണഗതിയിൽ മാണിയുടെ മേൽ ഉയർന്നു വന്ന ആക്ഷേപങ്ങളൊക്കെ ശരിവയ്ക്കുന്നതാണ് ഇക്കാര്യത്തിൽ. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ആ കാര്യം നിരവധി പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ ഇടതുമുന്നണിയുടെ സമരരീതി മാറണം എന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ കാനൻ രാജേന്ദ്രൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അന്ന് സംസ്ഥാന സെക്രട്ടറി ആയ ദിവസം അദ്ദേഹം പറഞ്ഞത് സോളാർ സമരം അത് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ അതിൻ്റെ പരിണതി മറ്റൊരു രീതിയിലാകുമായിരുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് സമരരീതി മാറണമെന്ന് തുടർച്ചയായി CPI ആവശ്യപ്പെടുന്നത്? ഈ സമരത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ടയാളാണല്ലോ വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹം പറയുന്നു മുന്നണിയിലില്ലെങ്കിലും പിന്നണിയിൽ ആകില്ല എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത്? അല്ല, VS പറഞ്ഞത് മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കണമെന്ന് തടസ്സപ്പെടുന്ന കാര്യത്തിൽ ഇവർ LDFും അദ്ദേഹത്തെ സംബന്ധിച്ച ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയത്തിന് നിവാരണം വരുത്തിക്കൊണ്ടാണ് പറഞ്ഞത് ഞാനും ഉണ്ടാവും. പിന്നെ കാനൻ രാജേന്ദ്രന് അദ്ദേഹം പറഞ്ഞത് ഈ സമരത്തിന്റെ രീതി പോരാന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടെങ്കിൽ LDFിൽ പറയാം, LDF അതിനനുസൃതമായി തീരുമാനമെടുക്കും. സമരരീതി തീരുമാനിക്കുന്നതും സമരം എത്ര ദിവസം വേണമെന്നും എപ്പോൾ പിൻവലിക്കണമെന്നും ഒക്കെ തീരുമാനിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയല്ല.
ഇടതുപക്ഷ മുന്നണിയാണ്. ആ ഇടതുപക്ഷ മുന്നണിയിൽ ശ്രീ കാനം രാജേന്ദ്രന്റെ മുൻഗാമിയായ പന്ന്യൻ രവീന്ദ്രൻ എടുത്ത നിലപാടുകളിൽ വല്ല മോശത്തരമുണ്ടെന്ന് അദ്ദേഹത്തിന് ഇപ്പൊ തോന്നുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ മോശത്തരം തിരുത്തി ഒരു നിലപാട് LDF എടുക്കാം. LDF തീരുമാനിക്കാനുസരിച്ച് പോകുന്നു. ഏതെങ്കിലും ഒരു കക്ഷിയുടെ തീരുമാനമല്ല. വ്യക്തമാണ്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിയമസഭയ്ക്കകത്തും പുറത്തും നയിക്കുന്നയാളാണല്ലോ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല, സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം പറയുകയാണ് മുന്നണിയിലില്ലെങ്കിലും പിന്നണിയിലാകില്ല. രണ്ടർത്ഥങ്ങളുണ്ടല്ലോ ഇതിന്. താനിപ്പോൾ ഇടതുമുന്നണിയിലൊന്നും ഇല്ലെങ്കിലും താൻ പിന്നോട്ട് പോകില്ല എന്ന അർത്ഥം വേണമെങ്കിൽ നൽകാം. മാത്രമല്ല, ഇടതുമുന്നണി സോളാർ സമരം പോലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സമരത്തിൽ വെള്ളം ചേർത്താൽ, വിട്ടുവീഴ്ച ചെയ്താൽ മറ്റൊരു രീതിയിൽ അതിനോട് പരസ്യമായി പ്രതികരിക്കാനുള്ള അച്യുതാനന്ദന്റെ സാധ്യത അത് അദ്ദേഹം തുറന്നിടുന്നു. എന്തുകൊണ്ടാണ് താങ്കൾ പറഞ്ഞതുപോലെ അച്യുതാനന്ദൻ ഇക്കാര്യത്തിൽ മുന്നണിയിൽ ഉണ്ടാകുമോ എന്ന സംശയം ഉയരാനും അത് അദ്ദേഹം വ്യക്തത വരുത്താനും കാരണം? അത് അദ്ദേഹത്തിനെ അറിയാവൂ. അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ പ്രതിപക്ഷ നേതാവാണ്. ആ നിലയിൽ ഇടതുപക്ഷ മുന്നണി നടത്തുന്ന സമരങ്ങളിലൊക്കെ അദ്ദേഹം ഉണ്ടാകുമെന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പിന്നണിയിലാണോ മുന്നണിയിലാണോ എന്നൊക്കെ അത് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഈ മുന്നണിയുടെ നേതാവായിട്ടില്ല എന്ന് സങ്കല്പിക്കുന്നത് ശരിയല്ല. അത് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ഒരു കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനും പങ്കെടുക്കാതിരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. അത് അദ്ദേഹം വിനിയോഗിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് മാണിക്കെതിരായ സമരത്തിൽ വെള്ളം ചേർക്കും, അത് ദുർബലപ്പെടും എന്നാരെങ്കിലും പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് ശരിയല്ല. VS അച്യുതാനന്ദനും CPM-ഉം CPI-യും LDF-ഉം ഒറ്റക്കെട്ടായി തന്നെ മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനെതിരായി പ്രഖ്യാപിച്ച സമരം മുന്നോട്ട് കൊണ്ടുപോകും. ദയവായി തുടരുക. ശ്രീ ആന്റണി രാജു, ഒരു പ്രതീക്ഷയും ഇത്തവണ നിങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് വേണ്ട. സമരത്തെ ദുർബലപ്പെടുത്തുമെന്നോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് സമരം ഉണ്ടാകുമെന്നോ പ്രതീക്ഷ വേണ്ട. മാണിക്കെതിരായ സമരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. അച്യുതാനന്ദനുണ്ടാകും, CPI ഉണ്ടാകും, CPIM ഉണ്ടാകും. എങ്ങനെ ബജറ്റ് അവതരിപ്പിക്കാനും മുന്നോട്ട് പോകാനും കഴിയും? ഇന്നിപ്പോൾ ഹൈക്കോടതി തന്നെ മാണിയുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി കേസിൽ അത് തള്ളിക്കളഞ്ഞ വിജിലൻസ് കോടതിയോട് അത് വീണ്ടും പുനഃപരിശോധിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. പ്രകാശേ, മാർച്ച് 31 മുമ്പേ കേരളത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് പാസ്സാക്കുക എന്നുള്ളത് ഭരിക്കുന്ന ഗവൺമെൻറ് ഭരണഘടനാ ബാധ്യതയാണ്. അതിനെ തടുക്കാൻ, അതിനെ തകർക്കാൻ, അതിനെതിരെ ചോരപ്പുഴയെടുക്കാൻ, അതിനെതിരെ കലാപം സൃഷ്ടിക്കുവാൻ ജനങ്ങളെ ഇളക്കി വിട്ടാൽ ഏത് പ്രതിപക്ഷം വിചാരിച്ചാലും ആ ഭരണഘടനാ ബാധ്യത ഈ ഗവൺമെൻറ് അധികാരത്തിലുണ്ടെങ്കിൽ നിറവേറ്റിയിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട ശ്രീ ആനത്തലവട്ടം ആനന്ദൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തമ്മിലുള്ള ഭിന്നതയും CPM-ഉം CPI-യും തമ്മിലുള്ള രൂക്ഷമായ അഭിപ്രായ ഭിന്നതയും ഒക്കെ നിഴലിക്കുന്ന കാഴ്ചയിൽ നമ്മൾ കണ്ടത്. ഇന്നത്തെ സഖാവ് VS അച്യുതാനന്ദൻ്റെ പ്രസ്താവനയിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. സഖാവ് VS അച്യുതാനന്ദൻ CPM-നോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഗുഡ് ബൈ പറയുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇന്ന് സഖാവ് VS അച്യുതാനന്ദൻ നൽകിയത്. ഞാൻ ചോദിക്കട്ടെ, പാർട്ടി വിരുദ്ധനെന്ന് സ്വന്തം പാർട്ടി കണ്ടെത്തിയ ഒരു നേതാവിന് എങ്ങനെ ആ പാർട്ടി നൽകിയ ആനുകൂല്യങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ചുവന്ന ലൈറ്റ് വെച്ച കൊടിവെച്ച കാറും ആഡംബരമുള്ള പിന്നെ ഭവനവും ഒക്കെ സ്വീകരിച്ച് ആ സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കുവാൻ മാത്രം ഈ പ്രതിപക്ഷ നേതാവിന് എങ്ങനെ കഴിയുന്നു? അദ്ദേഹത്തിന് പാർട്ടി വേണ്ട, മുന്നണി വേണ്ട, പാർട്ടി യോഗത്തിൽ പോകില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ 6-ാം തീയതി ഈ സമരത്തിന് ആലോചിക്കുമെന്ന് പറയുന്ന ഇടതുപക്ഷ മുന്നണിയുടെ യോഗത്തിൽ പോലും പങ്കെടുക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു പ്രതിപക്ഷ നേതാവിനെ മുന്നിൽ നിർത്തി എങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സമരത്തെ നയിക്കാൻ കഴിയുക? ശ്രീ കാനം രാജേന്ദ്രൻ്റെ ഇന്നത്തെ പ്രസ്താവനയും സഖാവ് VS അച്യുതാനന്ദന്റെ പ്രസ്താവനയും വിരൽ ചൂണ്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. CPI കഴിഞ്ഞ 3 ദിവസത്തെ സമ്മേളനത്തിൽ ചെയ്തത് CPM-നെതിരെ കുറ്റപത്രം നിരത്തുക എന്നുള്ള ഏക ചർച്ചയാണ് CPI നടത്തിയത്. ഇങ്ങനെയുള്ളൊരു മുന്നണിക്ക് CPI-യും ഇതുപോലൊരു പ്രതിപക്ഷ നേതാവിനെയും കൂട്ടി നിർത്തി എങ്ങനെ ഒരു സമരത്തെക്കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആലോചിക്കാൻ കഴിയും? ഇവിടെ ഡെമോക്രസിന്റെ വാള് പോലെ ഒരു FIR ധനകാര്യമന്ത്രിയുടെ തലയുടെ മുകളിൽ കെട്ടിത്തൂക്കി അതിൻ്റെ പേരിൽ, ഒരു തെളിവുമില്ലാത്തൊരു കേസിന്റെ പേരിൽ, അന്വേഷണത്തിന് പോലും എങ്ങും എത്താതിരിക്കുന്ന ഒരു കേസിന്റെ പേരിൽ ഒരു ഭരണഘടനാ ബാധ്യത നിറവേറ്റാൻ ധനകാര്യമന്ത്രി അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷം ഇന്ന് 40 തട്ടുകളിലാണ്.
പ്രതിപക്ഷ നേതാവ് പാർട്ടി കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല, ഇടതുപക്ഷ മുന്നണിയിൽ ശ്രീ ആന്റണി രാജു, പ്രതിപക്ഷത്തിന്റെ ഭിന്നത നിങ്ങൾക്കറിയാം. ആദ്യം ബാർക്കോഴ വിവാദം അത് സംബന്ധിച്ച ആരോപണം ഉയർന്ന സമയത്ത് മാണിക്കെതിരെ ഏത് അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിച്ച് കഴിഞ്ഞില്ല. വ്യത്യസ്ത അന്വേഷണങ്ങൾ എന്ന ആവശ്യമായിരുന്നു VS അച്യുതാനന്ദൻ്റെ ഭാഗത്ത്, CPM-ൻ്റെ ഭാഗത്ത് നിന്ന്, CPI-യുടെ ഭാഗത്തു നിന്നെല്ലാം ഉയർന്നത്. സമരം വൈകുകയും ചെയ്തു. അതിൽ CPI ഇടപെട്ടു. ആ രണ്ട് പാർട്ടികളുടെയും സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു. ഏതാണ്ട് ഐക്യപ്പെട്ട നിലയിൽ ആ രണ്ട് പാർട്ടികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. സമരരൂപത്തിന് ശക്തി കുറയുന്നു എന്ന ആക്ഷേപം മാത്രമാണ് കാനം രാജേന്ദ്രനുള്ളത്. മാണിക്കെതിരെ സമരം വേണ്ട എന്ന അഭിപ്രായമില്ല. അച്യുതാനന്ദനും ഈ പ്രായത്തിലും താൻ സമരത്തിനുണ്ടാകും എന്നാണ് ആവർത്തിക്കുന്നത്. അത് പാർട്ടിക്കൊപ്പമോ പുറത്തോ ആകട്ടെ, അദ്ദേഹം സമരത്തിനുണ്ടാകും. CPIM-ൻ്റെ നിലപാട് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ വ്യക്തമാക്കി. ഈ കാര്യത്തിൽ മാണിയോട് ഒരു വിട്ടുവീഴ്ചയുമില്ല. അതായത് പ്രതിപക്ഷത്തിൻ്റെ ഭിന്നത മുതലെടുക്കാൻ അവരിൽ നിന്ന് ഒരു മൃദു സമീപനം ഉണ്ട് എന്ന ആ തോന്നൽ, അത് ഉപയോഗിക്കൽ എല്ലാം ആ അർത്ഥത്തിൽ അവസാനിച്ചില്ലേ? നിങ്ങൾക്ക് ഈ സമരത്തിൻ്റെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ടി വരില്ലേ? ഞാൻ ചോദിക്കട്ടെ പ്രകാശേ, ഇവിടെ ഈ പോരാട്ടം, ഇവിടെ ഈ പറയുന്ന ഈ സമരത്തിന് നയിക്കാനുള്ള ധാർമ്മികമായ അവകാശം ശ്രീ VS അച്യുതാനന്ദനുണ്ടോ? കാരണം സ്വന്തം പാർട്ടി സഖാവ് ആനത്തലവട്ടം ആനന്ദന്റെ പാർട്ടി തന്നെ അവർ പാർട്ടി കോൺഗ്രസിൽ പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസാക്കിയ പ്രമേയത്തിലെ 172-ാമത്തെ പേജിൽ പറയുന്നത് ശ്രീ VS അച്യുതാനന്ദൻ വലിയ അഴിമതിക്കാരനാണ്. മുഖ്യമന്ത്രിയായി ഇരുന്നു കൊണ്ട് IT-യുടെ ചുമതല വഹിച്ചുകൊണ്ട് ടാറ്റ കൺസൾട്ടൻസി പോലെയുള്ള ഇന്ത്യയിലെ കമ്പനികൾക്ക് വഴിവിട്ട് സഹായം ചെയ്തതിന്റെ പേരിൽ കോടികളുടെ അഴിമതി നടത്തിയെന്ന് ആരോപിക്കുന്ന, സ്വന്തം പാർട്ടി ആരോപിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ധാർമ്മികമായി ഈ സമരത്തെ നയിക്കാൻ ഇടതുപക്ഷ മുന്നണിക്ക് കഴിയുക? ഇന്നത്തെ സഖാവ് VS അച്യുതാനന്ദന്റെ വരികൾ വളരെ ക്ലിയറാണ്. അദ്ദേഹം ഈ CPM-നോടൊപ്പം ഉണ്ടാകില്ല, ഇടതുപക്ഷ മുന്നണിയുടെ മുന്നിൽ നിന്ന് നയിക്കാൻ ഞാൻ ഉണ്ടാകില്ല എന്നുള്ളതിന്റെ സൂചനയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ മുന്നണിയിലായാലും പിന്നണിയിലായാലും ഒരു പ്രതിപക്ഷ നേതാവ് ഇത്തരം വാക്കുകൾ പ്രയോഗിക്കുന്നതിന് വളരെ അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, പ്രതിപക്ഷം എന്ന 4 തട്ടിലായി നിൽക്കുന്നു. വ്യക്തമാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ആന്റണി രാജു ഈ പറയുന്ന ആക്ഷേപങ്ങൾ ഇപ്പോൾ KM മാണിക്കെതിരെ ഇന്നും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്. ഒരു കേസ് വീണ്ടും അന്വേഷിക്കാൻ, അത് തുടരാൻ വിജിലൻസിനോട് പറഞ്ഞിട്ടുണ്ട്. മാണിക്കെതിരായ ആരോപണങ്ങൾ ശക്തിപ്പെടുന്നു. മാണിയുടെ പാർട്ടിക്കുള്ളിൽ തന്നെ എങ്ങനെയെങ്കിലും ഈ ബാധ്യത ഒഴിവാക്കി മറ്റുള്ള MLA-മാർക്ക് രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകണം എന്ന അഭിപ്രായമുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ ആന്റണി രാജു ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ CPI-യുടെ CPM-ൻ്റെ സമ്മേളനം കഴിഞ്ഞു, പ്രതിപക്ഷ നേതാവ് ഒരു തട്ടിൽ, അദ്ദേഹം ഇന്നിപ്പോൾ വ്യക്തമാക്കിയ അദ്ദേഹത്തിൻ്റെ നിലപാട്. കാനം രാജേന്ദ്രനെ സംബന്ധിച്ചാൽ ഈ CPI സംബന്ധിച്ച് സമരത്തിൻ്റെ രൂപത്തെക്കുറിച്ച് അതിന് ശക്തി ഇല്ല എന്ന അഭിപ്രായം, അതെല്ലാം ഇപ്പോഴും അവർ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആനത്തലവട്ട ആനന്ദൻ പറയുന്നുണ്ട് വലിയ ശക്തമായ സമരം ഉണ്ടാകുമെന്ന്. പ്രതിപക്ഷ പാർട്ടികളുടെ ദൗർബല്യം, അതിൻ്റെ രാഷ്ട്രീയമായും സംഘടനാപരമായും ഉള്ള ദൗർബല്യം, ഭിന്നത, ഇതെല്ലാം മാണിക്ക് സഹായകമായി മാറുകയാണോ? അതിനകത്ത് നാം അതിൻ്റെ ചരിത്രം ഹ്രസ്വമായി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും PK പ്രകാശ്. ഞാൻ പറയുന്നത്, ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരു ആക്ഷേപമോ ആരോപണമോ അല്ല മാണിക്കെതിരെ ഇപ്പോൾ കോടതിയിൽ തന്നെ വ്യവഹരിക്കുന്നത്. അത് കൊണ്ടുവന്ന് ബാർക്കോഴയുടെ പ്രശ്നങ്ങൾ കൊണ്ടുവന്നത് ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് സംഘടനയുടെ ആളുകളാണ് ഒന്ന്. പിന്നെ ഒന്ന്, ഈ മുന്നണിയിലെ തന്നെ ബാലകൃഷ്ണപിള്ളയാണ് അതിന് തെളിവ് നൽകിയിരിക്കുന്നത്. അത്തരം PC ജോർജ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ട് അതിനെ സാധൂകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നാം കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഭരണപ്രതിപക്ഷ വൈരുദ്ധ്യങ്ങളിൽ നിന്നല്ല, ഭരണപക്ഷത്തിൽ നിന്നാണ്, ചോർച്ചയിൽ നിന്നാണ് മാണിക്ക് ഇത്തരം ഒരു പ്രഹരം ലഭിച്ചത്. അത് ക്വിക്ക് വെരിഫിക്കേഷന് ശേഷവും ഒരു FIR നിലനിൽക്കുമെന്ന കാര്യം ആന്റണി രാജുവിനും 2 മാസങ്ങൾക്ക് മുമ്പ് അറിയാമായിരുന്നു. ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് പുതിയ ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരാഴ്ചയ്ക്ക് മുമ്പാണെങ്കിൽ പോലും ആ സർക്കാർ താൽക്കാലികമായി ബജറ്റ് അവതരിപ്പിക്കും. അതിനേക്കാൾ കൂടുതൽ സമയം ഇവിടുത്തെ ഭരണകക്ഷിക്ക് മാണിയുമായി ബന്ധിപ്പിച്ച് പ്രശ്നപരിഹാരത്തിന് ലഭിച്ചിരുന്നു 3-4 മാസം. പക്ഷേ ഉമ്മൻചാണ്ടി മാണിയെ കബളിപ്പിച്ചു. എന്തു പറഞ്ഞു? താങ്കളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന്. സംരക്ഷിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥ കോടതിയുടെ പുതിയ സമീപനം വഴി ഉമ്മൻചാണ്ടിക്ക് വന്നിരിക്കുന്നു. അങ്ങനെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇവരേത് ജനാധിപത്യത്തെ മുൻനിർത്തിയാണോ 31-ാം തീയതിക്ക് മുമ്പ് ഇത് അവതരിപ്പിച്ച് പാസ്സാക്കണമെന്ന് പറയുന്നത്, അതേ ജനാധിപത്യത്തെ മുൻനിർത്തി തന്നെ
KM മാണിയൻ അയോഗ്യനായി മാറിയിരിക്കുന്നു എന്ന് പ്രതിപക്ഷം പറയുന്നു. ഈ പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷയുടെയും ഏറ്റുമുട്ടൽ നടക്കുന്നത് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുന്ന അസംബ്ലി ഹാളിനകത്താണ്. അതുകൊണ്ട് തന്നെ അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവാണ് ഈ സമരത്തിന് മുൻകൈ എടുക്കേണ്ടത്. അദ്ദേഹം തന്നെയാണ് മാണിക്ക് ഇത് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാട് ആദ്യമായി പ്രഖ്യാപിച്ചത് ഇടതുപക്ഷ മുന്നണിയല്ല, മറിച്ച് ആ മുന്നണിയുടെ നേതാവ് കൂടിയായ VS അച്യുതാനന്ദനാണ്. അദ്ദേഹത്തിന് ഇനി പുറകോട്ട് പോകാനാകില്ല. അതുകൊണ്ട് തന്നെ അച്യുതാനന്ദന്റെ സമീപനം എന്ത് വേണമെങ്കിൽ ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിന്റെ പ്ലേസ്മെന്റ് പാർട്ടിക്കകത്തോ പുറത്തോ എന്ത് വേണമെങ്കിൽ ആയിക്കൊള്ളട്ടെ, പ്രതിപക്ഷ നേതാവും ഭരണപക്ഷ നേതാവും ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പിന്നിൽ പ്രതിപക്ഷത്തിലെ പ്രധാന കക്ഷികൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒന്നാകെ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ സമരത്തിന് പഴയ സമരത്തേക്കാൾ മുന്നോട്ട് പോകുകയെ പറ്റൂ. 6-ാം തീയതി കൂടുന്ന യോഗത്തിൽ അതിന്റെ പുതിയ സമരമുറയോ പുതിയ സമര രൂപമോ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കപ്പെടും. അതുകൊണ്ട് അച്യുതാനന്ദന് മുന്നണിയിൽ തന്നെ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് മാത്രമേ പിന്നണിയിലേക്ക് പോകാൻ കഴിയാത്തവണ്ണം ഈ കാര്യത്തിൽ അദ്ദേഹം കമ്മിറ്റഡാണ്, പ്രതിബദ്ധനാണ്. അതുകൊണ്ട് മുന്നണിയിൽ നിന്ന് തന്നെ സമരം ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ സമരം നടക്കുമെന്നത് ഒരു കാര്യം. മറ്റൊന്ന് താങ്കൾ സൂചിപ്പിച്ചത് മാതിരി ആ സമരം മുന്നോട്ട് പോകുമ്പോൾ ഒരു ധ്രുവീകരണം സംഭവിക്കുന്നത് ആന്റണി രാജുവിന്റെ പാർട്ടിയായ കേരള കോൺഗ്രസിലായിരിക്കും. അത് നമുക്ക് വളരെ അടുത്ത് തന്നെ കാത്തിരുന്ന് കാണാം. ഒരാഴ്ചയുടെ താമസം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഈ കാര്യത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ആദ്യം KM മാണിയെ പ്രതീക്ഷിക്കുകയും KM മാണി വഴി ഇടതുപക്ഷത്തെ വിപുലപ്പെടുത്തുകയും ചെയ്യാമെന്ന ആ ആശ അത് CPM നേതൃത്വത്തിന് അവസാനിച്ചിരിക്കുന്നു. അതേസമയം കേരള കോൺഗ്രസിൽ അഴിമതിക്കാരനായ മാണിയെ മാറ്റി നിർത്തിക്കൊണ്ട് ജോസഫ്, PC ജോർജ്, ബാക്കി MLA മാർ ഇവരിൽ ഇടതുപക്ഷം പ്രതീക്ഷയർപ്പിക്കുന്നു. അങ്ങനെ വന്നാൽ അതിന് CPIക്കും എതിർക്കാൻ കഴിയില്ല. അത്തരമൊരു രാഷ്ട്രീയ സാധ്യത കൂടി CPIഎമ്മും ഇടതുമുന്നണിയും തേടുന്നു എന്ന ആ അഭിപ്രായം അതെത്രത്തോളം ശരിയാണ്, യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതാണ്? ബാർക്കോഴ കേസുമായി ബന്ധിപ്പിച്ച് ഉളവായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം മുന്നോട്ട് വയ്ക്കുന്ന സ്വാഭാവിക രാഷ്ട്രീയ ധ്രുവീകരണമാണത്. ആ ധ്രുവീകരണം തടയാൻ നമുക്ക് കഴിയില്ല. കാരണം ഇത് ഉയർത്തിക്കൊണ്ടുവന്നത് പ്രതിപക്ഷമല്ല. അതുകൊണ്ട് തന്നെ യാദൃച്ഛികമായി ഉണ്ടായ സംഭവഗതികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഈ ധ്രുവീകരണത്തിന്റെ സ്വാഭാവികമായ ഒരു പതനമാണ് PK പ്രകാശ് അവതരിപ്പിച്ചത്. മാണിയെ സംബന്ധിച്ചിടത്തോളം അഴിമതിയുടെ കരിമുണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്ന് മാത്രമല്ല, ആന്റണി രാജുവിന്റെ കേരള കോൺഗ്രസിന്, PC ജോർജിന്റെ കേരള കോൺഗ്രസിന് അത്തരമൊരവസ്ഥ മാണിക്ക് എത്തിച്ചു നൽകിയത് ഉമ്മൻചാണ്ടി തന്നെയാണ് എന്നവർക്ക് നന്നായി അറിയാം. അതവർ ഭംഗ്യന്തരേണ പലപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. ഒരു കമ്മീഷൻ തന്നെയുണ്ട്. ആ കമ്മീഷന്റെ ഒരു നിരീക്ഷണം വന്നാൽ മതി, അപ്പം തീരും ഈ പറയുന്ന എല്ലാ ആത്മവിശ്വാസവും ആന്റണി രാജുവിന്റെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ പാർട്ടിക്ക് ഒന്നുകിൽ മാണിയെ ഒഴിവാക്കി രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ മാണിയെ ശാസിച്ചിരുത്തിയിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ കേട്ട് അത് ഒന്നിച്ച് മുങ്ങിത്താഴാം. ഏത് വേണമെന്നാണ് അവർ തീരുമാനിക്കാൻ പോകുന്നത്. അത്തരമൊരു ധ്രുവീകരണം വരുമ്പോൾ വലിയ രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുമെന്ന് കരുതുന്ന ആളാണ് ഞാൻ. അതിന് അധികം വ്യക്തമാണ് താങ്കളുടെ നിലപാട്. തിരിച്ചെത്താം. ശ്രീ ജേക്കബ് ജോർജ്, 2-3 കാര്യങ്ങളാണല്ലോ ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്നത്. ഒന്ന്, KM മാണിക്കെതിരായ സമരം ശക്തമാക്കും എന്ന പൊതുവിൽ CPIഎമ്മിൻ്റെയും അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ്റെയും കാനൻ രാജേന്ദ്രൻ്റെയും എല്ലാം ഒരു നിലപാട്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം, പക്ഷേ സമരം വേണം എന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായമില്ല. മറ്റൊന്ന്, ശ്രീ ഭാസുരേന്ദ്ര ബാബു ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ മാണിക്കൊപ്പം മുങ്ങാതെ കേരള കോൺഗ്രസിലെ ബാക്കി MLA മാരും പാർട്ടി നേതാക്കളും അത് PJ ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ തിരിച്ചറിവ് നടത്താൻ പോകുന്ന ഒരു പ്രവർത്തനം, അതിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അതിന് നേതൃത്വം നൽകാൻ ജോസഫിന് കെൽപ്പുണ്ടോ? അതോ മാണി അവസാനിച്ചാൽ ആ പാർട്ടി അപ്പാടെ സ്വന്തം കയ്യിലേക്ക് വരും എന്ന ദീർഘവീക്ഷണത്തോടു കൂടി നിൽക്കാനാണോ സാധ്യത? അല്ല, നമ്മൾ ആദ്യം പറഞ്ഞത് VSഉം ഇടതുമുന്നണിയും മാണിക്കെതിരെയുള്ള സമരവും. എന്റെ അഭിപ്രായം, ഇടതുമുന്നണി ഇപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ ശക്തമായി KM മാണിയുടെ ബജറ്റ് അവതരണത്തിനെതിരെ ഒരു സമരരംഗത്തെത്തും, യാതൊരു സംശയമില്ല. പക്ഷെ VS അച്യുതാനന്ദന് അതിന്റെ ഒരു മുന്നണിയിൽ നിൽക്കാൻ താല്പര്യമില്ല. എപ്പോഴും VS അച്യുതാനന്ദന് തന്റേതായ സ്വന്തം സമരങ്ങളിലാണ് താല്പര്യം.
സ്വന്തമായിട്ട് നേതൃത്വം കൊടുക്കുക, ഞാൻ നടത്തിയ സമരങ്ങൾ, ഞാൻ നടത്തിയ കേസുകൾ എന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയാറുണ്ടായിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രാമുഖ്യം കിട്ടുന്ന, അദ്ദേഹം മാത്രം മുൻനിരയിലുള്ള, അദ്ദേഹം മാത്രം നേതൃത്വം കൊടുക്കുന്ന സമരത്തിനോടാണ് അദ്ദേഹത്തിന് താല്പര്യം. ഇവിടെ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതാണ്. മുന്നണിയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് മുന്നണി വേണ്ട എനിക്ക് എന്ന് തന്നെയാണ് അതിന്റെ സൂചന. അതിന്റെ അപ്പുറത്തുമില്ല, അർത്ഥം ഇപ്പുറത്തുമില്ല. അദ്ദേഹം വിചാരിക്കുന്നത് ഇടതുമുന്നണിക്ക് അത്ര വലിയ താല്പര്യം കാണാനില്ല മാണിക്കെതിരെയുള്ള സമരത്തിൽ. പക്ഷേ കേരള രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ ഭൂപടത്തിൽ കെ മാണിക്കെതിരെയുള്ള രാഷ്ട്രീയ സമരത്തിന് വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് അതിന്റെ മുഴുക്കേന്ദ്രത്തിലേക്ക് തനിക്ക് കിട്ടണം, തനിക്ക് മാത്രമേ കിട്ടാവൂ എന്നും വി.എസ്. അച്യുതാനന്ദന്റെ മനസ്സിലുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. അതേസമയം അദ്ദേഹം ഒന്നും കൂടെ ഓർപ്പിക്കുന്നുണ്ട്, കേരള രാഷ്ട്രീയത്തിൽ UDF-ന് പിന്തുണയ്ക്കാൻ തന്നെ കിട്ടില്ല. അതായത് ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിൽക്കുക, പക്ഷേ സമരം ചെയ്തത് താൻ മാത്രമായിരിക്കും, തന്റെ നേതൃത്വം മാത്രമേ ഉണ്ടാവൂ എന്ന് വരുത്തുക. ഒരേ സമയം സ്വന്തം പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കാനും മറുവശത്ത് സമൂഹത്തിന് മുമ്പിൽ കോൺഗ്രസിനും മുന്നണിക്കും ഉമ്മൻചാണ്ടി ഗവൺമെന്റിനുമെതിരെ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹം തയ്യാറാവുന്നു എന്നാണ് ഇതിന്റെ സൂചന. പ്രകാശ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, കേരള കോൺഗ്രസിൽ അതിൽ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് കൂടുതൽ പ്രസക്തിയുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പി.ജെ. ജോസഫ് നോക്കുമ്പോൾ കെ എം മാണിയുടെ അവസാന കാലഘട്ടം എത്തിയിരിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ കേരള കോൺഗ്രസ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ എം മാണിക്ക് പൂർണ്ണമായി പിന്തുണ കൊടുക്കുന്ന നിലപാടാണ് ആന്റണി രാജുവും പി.ജെ. ജോസഫും ഫ്രാൻസിസ് ജോർജും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിലയ്ക്ക് കുറച്ചും കൂടെ പോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരു അട്ടിമറി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ ആന്റണി രാജു, നിങ്ങൾ പറയുന്നു കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു കേസ്, അതിൻ്റെ ഒരു FIR, പക്ഷേ അതിപ്പോഴും ഉമ്മൻചാണ്ടി സർക്കാർ നിങ്ങൾക്ക് മേൽ എപ്പോൾ വേണമെങ്കിലും പതിക്കാവുന്ന ഒരു വാൾ പോലെ കൊണ്ടു നടക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നാകട്ടെ സമരം ശക്തിപ്പെടുന്നു. കോടതിയുടെ ഭാഗത്ത് നിന്ന് കെ എം മാണിക്കെതിരായ നടപടികൾ ചെറിയ രീതിയിൽ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ തന്നെ ശ്രീധരീയം എന്ന കണ്ണാശുപത്രിക്കും അതുപോലെ തന്നെ ഒരു PVC പൈപ്പ് കമ്പനിക്കും നികുതി ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട കേസ്, അത് വിജിലൻസ് കോടതി തള്ളിയതാണെങ്കിൽ അത് വീണ്ടും അത് പരിശോധിക്കുകയാണ്. പുനർപരിശോധനയ്ക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. ബുദ്ധിമുട്ടേറിയ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് മുന്നിലുള്ളത്. എങ്ങനെ ഇതിനെ മറികടക്കാൻ കഴിയും എന്നാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു ആലോചന? എൻ്റെ പ്രകാശ്, ഇന്നത്തെ കോടതി വിധി എന്ന് പറയുന്നത് ഒരു സാങ്കേതികതയുടെ പേരിൽ കോട്ടയം വിജിലൻസ് കോടതി തള്ളിയ ഒരു കേസിനെ സാങ്കേതികമായി ചോദ്യം ചെയ്തുകൊണ്ട്, നിയമപരമായി ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ തിരിച്ചാ കോടതിയിലേക്ക് വേണമെങ്കിൽ എടുത്ത് പരിശോധിക്കാൻ കൊടുത്തു. അതൊക്കെ ഒരു സ്വാഭാവികമായി ഒരുപാട് കോടതികളിൽ നിരവധി ആളുകളുടെ പേർക്ക് നിരവധിയായി വരുന്ന ഹർജികളിൽ ഒന്ന് മാത്രമാണ്. യാതൊരു പ്രാധാന്യവും അതിലില്ല. കാരണം അതിലൊരു കഴമ്പുമില്ലെന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ആദ്യം ആ ജൂറിസ്ഡിക്ഷൻ പോലും ഇല്ല എന്നുകൊണ്ട് ആ കോടതി തള്ളി അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് ശ്രീ ഭാസുരേന്ദ്ര ബാബുവും ശ്രീ പ്രകാശുമൊക്കെ വെച്ചു പുലർത്തുന്ന സ്വപ്നങ്ങൾക്ക് ഞാൻ തടയിടുന്നില്ല. കാരണം സ്വപ്നങ്ങൾ കാണാനുള്ള അവകാശം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ മുന്നണിക്കും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇന്നത്തെ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് കേരള കോൺഗ്രസ് പാർട്ടിയിലെ വീണ്ടും കണ്ണും നട്ടിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടി ഈ നിയമസഭാ സമ്മേളനത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയെന്ന് പറഞ്ഞുകൊള്ളട്ടെ. മാത്രമല്ല, ഇതിനേക്കാൾ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ സമരമാണല്ലോ സരിതാ സമരം. നിയമസഭാ സമ്മേളനം സ്തംഭിപ്പിക്കുമെന്ന് പറഞ്ഞ് നടത്തിയ സമരം, അവസാനം ആ സമരത്തിന്റെ അവസ്ഥ എന്താണെന്നറിയാം. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ ധനകാര്യമന്ത്രിക്കെതിരെ ഇടതുപക്ഷ മുന്നണി പലതട്ടിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഈ സമരവും കോഴി കോട്ടുവായിട്ടതുപോലെയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്നിവിടെ ശിഥിലമാകാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ ഒരു വ്യക്തമാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ആന്റണി രാജു പറയുന്നതിൽ ചില വസ്തുതകളുണ്ട്. ഇപ്പോൾ എല്ലാ രീതിയിലും ജനപിന്തുണ ആർജിച്ച സോളാർ സമരം അത് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്കുണ്ടായതിനേക്കാൾ വലിയ പ്രതിസന്ധി ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിലാണ് പ്രതിഫലിച്ചത്. ഇന്നിപ്പോൾ അടുത്ത സമരത്തിന് നിങ്ങൾ ഒരുങ്ങുന്നു. കെ എം മാണിയെ സംബന്ധിച്ച് കെ എം മാണിക്ക് ഇപ്പോൾ UDF ഇടാൻ കഴിയില്ല. കാരണം അന്വേഷണം നടക്കുകയാണ്, നിങ്ങൾക്ക് എടുക്കാനും കഴിയില്ല ഇത്രയധികം ആരോപണം നിങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ. ജോസഫിനെ സംബന്ധിച്ച് ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ച ആ മാണിയുടെ പാർട്ടിയെ മൊത്തമായി കിട്ടാനുള്ള ഒരു സാധ്യത അതിൽ ജോസഫ് കണ്ണു നട്ടിരിക്കുന്നു. ഇത്തരമൊരു അവസ്ഥയിൽ
എന്താണ് ഇടതുപക്ഷത്തിന് ചെയ്യാൻ കഴിയുക? കാരണം വി എസ് അച്യുതാനന്ദൻ ഇതിലുള്ളിടത്തോളം അദ്ദേഹത്തിൽ നിന്ന് ഏത് രീതിയിലുള്ള പ്രതികരണം എന്ന നിലയിൽ കേരള കോൺഗ്രസിൽ നിന്ന് ഒരു നീക്കം ഉണ്ടാകാൻ പോകുന്നില്ല. എങ്ങനെ ഇത് വിപുലീകരിക്കും? CPIയും അച്യുതാനന്ദനും ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കും? അല്ല, അതിനകത്ത് പി കെ പ്രകാശ്, അതിനകത്ത് വളരെ ലളിതമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് മാതിരി തന്നെ ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണ്? നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ഒരുപക്ഷെ KM മാണി ആദ്യഘട്ടത്തിൽ രാജിവെക്കണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം പരസ്യമായി പറഞ്ഞു. അതുപോലെ തന്നെ കേരള കോൺഗ്രസ്സുകാരിലെ ചില ആൾക്കാർ അങ്ങനെ നിരീക്ഷണം നടത്തി. അജയ് തറൈ പറഞ്ഞു, വേറൊരാളെ അജയ് തറൈ പറഞ്ഞ ഇത്രയാണ്. അല്ല, വേറൊരാളെ കണ്ടുപിടിക്കേണ്ടി വരും. അത് ഉമ്മൻചാണ്ടി കണ്ടുപിടിക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ പറയുന്നത് ആ സാഹചര്യത്തിൽ ഒരു രാജിവെച്ചുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ള സാധ്യത KM മാണിക്ക് ഉണ്ടായിരുന്നു. KM മാണി അതൊന്നും വകവെക്കാതെ മുന്നോട്ട് പോയത് ഉമ്മൻചാണ്ടിയെ കണ്ടുകൊണ്ടാണ്. ഉമ്മൻചാണ്ടി രക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോഴിതാ ഉമ്മൻചാണ്ടി രക്ഷിക്കുന്നില്ല എന്നാണ് കോടതിയുടെ പുതിയ നിലപാടുകളടക്കം കാര്യങ്ങൾ വിവൃതമാക്കപ്പെടുന്നത്. ആ യാഥാർത്ഥ്യം കാണുക. അത് മുന്നണി വലതുപക്ഷ മുന്നണിയുടെ UDFന്റെ മുന്നിലുള്ള അവസ്ഥയാണെങ്കിൽ LDFന്റെ അവസ്ഥ പഴയതല്ല. ആന്റണി രാജു, LDFന്റെ അവസ്ഥ നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് മാതിരി കൂടുതൽ ഏകോപിതമാണ്. സോളാർ കേസുമായി ബന്ധിപ്പിച്ച് ഉണ്ടായിരിക്കുന്ന സന്ദേഹങ്ങൾ നിലനിൽക്കട്ടെ. അങ്ങനെ നിലനിൽക്കുമ്പോഴും സോളാർ കേസുമായി ബന്ധിപ്പിച്ച് ജുഡീഷ്യൽ അന്വേഷണം വരികയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അതിൽ പെടുകയും ചെയ്തിരിക്കുന്നത് കൊണ്ട്. വളരെ നന്ദി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ ആന്റണി രാജു, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ ജേക്കബ് ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.